എൻ്റെ എല്ലാ മാനുഷിക ചോദ്യങ്ങൾക്കും ഈശോ മറുപടി തന്നെന്ന് വരില്ല. പക്ഷേ എൻ്റെ ആത്മീയ ജീവിതത്തിന്, എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിന്, നിത്യരക്ഷയ്ക്ക് അനിവാര്യമായ ഒരു ചോദ്യത്തിന് പോലും ഈശോ എനിക്ക് ഉത്തരം തരാതിരുന്നിട്ടില്ല. ഇനി എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല അറിഞ്ഞുകൂടെന്ന് കരുതുക. ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അത് ഞാൻ അറിയണ്ടാത്തതായതുകൊണ്ടാണ്. തിരുവചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ തയ്യാറാകുന്ന ഏതൊരുവനും ആ വചനത്തിന്റെ ജീവൻ കിട്ടും. ഒരു സംഭവം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഭാര്യയെ ഉപേക്ഷിച്ച് ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ട, ബന്ധത്തിൽപ്പെട്ട മറ്റൊരാളെ വിവാഹം കഴിക്കാൻ തീരുമാനം എടുത്ത് കോടതിയിൽ വിവാഹമോചനത്തിന് കേസും കൊടുത്തിരിക്കുന്ന ഒരാളെ ഭാര്യയുടെ വീട്ടുകാർ തന്നെ നിർബന്ധിച്ച് ഒരിക്കൽ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭാര്യ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന, പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്ന ആ സ്ത്രീയിൽ അയാൾ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണഗണങ്ങളും ഉണ്ട്. അയാളോട് വികാരിയച്ഛൻ പറഞ്ഞു. അതിനുശേഷം ഒരു ബിഷപ്പ് സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സംസാരിച്ചു, ബന്ധുക്കൾ സംസാരിച്ചു. ഭാര്യ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു, നിങ്ങളെ പ്രകോപിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ നിങ്ങളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ലെന്ന് സത്യം ചെയ്ത് പറയുന്നു എന്ന് പറഞ്ഞ് അയാളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. പക്ഷെ അയാള് നിസ്സാരമായ 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് നിന്നെ സ്വീകരിക്കാൻ, അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെയും ഈ പുനർവിവാഹത്തിനും വിവാഹമോചനത്തിനുമുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുക. ഞാൻ അയാളോട് ഒരു 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിൻ്റെ സ്വരം ഇയാൾ കേൾക്കണമെങ്കിൽ ഇയാളുടെ ബന്ധനങ്ങൾ അഴിയണം. അപ്പൊ ഇയാൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടണം. ഞാൻ അയാൾക്കൊരു 3-4 വചനങ്ങൾ കുറിച്ചു കൊടുത്തു. ഒന്നാമത്തെ വചനം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം തിരുവചനമായിരുന്നു. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും എന്നുള്ള വചനം. അതിന്റെ 2-ാം ഭാഗവും ഞാൻ എഴുതി കൊടുത്തു. യോഹന്നാൻ 8:32, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്നിട്ട് തുടർന്ന് അടുത്ത വചനം എഴുതി കൊടുത്തു. യോഹന്നാൻ 17:17, അവിടുത്തെ വചനമാണ് സത്യം. ആ വചനം ആരാണ്? യോഹന്നാൻ 14:6, ഈശോ പറയുന്നു ഞാനാണ് സത്യം. അപ്പൊ യേശു തിരുവചനത്തിലൂടെ അയാളിലേക്ക് ചെല്ലുകയും അയാൾ ആ വചനമാകുന്ന യേശുവിനെ അറിയുകയും ചെയ്യണം, അനുഭവിക്കണം. അപ്പോൾ ഈ വചനം അയാളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും എന്നാണ് ഞാൻ കുറിച്ചു കൊടുത്ത വചനത്തിന്റെ അർത്ഥം. അയാൾ ആ പേപ്പർ വളരെ അലസമായിട്ട് മേടിച്ച് ഗീസയിലേക്ക് വെച്ചു. അത് കാര്യമായിട്ട് അദ്ദേഹത്തിൽ എന്തെങ്കിലും ചലനമൊന്നും വരുത്തിയില്ല. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാം. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ അന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ ഇരുത്തി. പോകാൻ നേരത്ത് അയാൾ എന്നോട് പറഞ്ഞു, പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പം എനിക്കൊന്നും തലയിൽ കയറുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു, അച്ഛൻ എഴുതി തന്ന വചനം എടുത്ത് ഞാൻ വെറുതെ കുറിപ്പ് വായിച്ചു നോക്കി. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഈ വചനം ബൈബിളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു അങ്ങനെ ഒന്ന് വായിക്കണമെന്ന്. ഞാൻ ഉടനെ അടുത്തിരുന്ന ആളുടെ ബൈബിൾ എടുത്തിട്ട് നിങ്ങൾ വായിക്കാൻ തുടങ്ങി. ഒരു വചനം എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ചലനം ഉണ്ടാക്കി. അയാൾ തന്നെ പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം ഞാൻ കേട്ടത്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ സത്യം എന്താണെന്ന് അറിയണം, ഈ സത്യത്തിന് എന്താ ശക്തി എന്ന് അറിയണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ അടുത്ത വചനം അവിടെ പറഞ്ഞത് മറ്റൊന്നുമല്ല, റോമായക്കാർക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 11 വരെയുള്ള തിരുവചനങ്ങൾ, 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ, ഈ വചനത്തിലൂടെ അഗസ്തീനോസ് എങ്ങനെ രൂപാന്തരപ്പെട്ടു എന്നുള്ളതായിരുന്നു. അഗസ്തീനോസ് എന്ന് പറയുന്ന പാപിയായിരുന്ന മനുഷ്യന്റെ മാനസാന്തര കഥ അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതവുമായിട്ട് അല്പം ബന്ധപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ചെയ്ത പോലൊരു പാപം അഗസ്തീനോസ് ചെയ്തിട്ടില്ല, പക്ഷെ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു.
രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ വെടിഞ്ഞ് പകലിന് യോജിച്ച വിധം മാന്യമായി പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുക. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. ഈ 14-ാമത്തെ വചനം അച്ഛൻ 2 തവണ ആവർത്തിച്ച് വായിച്ചു. ഞാൻ ഉടനെ ബൈബിളിൽ ആ പാസേജ് കണ്ടെത്തി അതെടുത്തു. എടുത്തിട്ട് 14-ാമത്തെ വചനം ഞാൻ വായിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോഴാണ് 12-ാം വചനം പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടത്. 12-ാം വചനം, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാമെന്നുള്ള വചനം, അതും 14-ാമത്തെ വചനവും തമ്മിൽ അഭേദ്യമായി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നി. എൻ്റെ ശരീരത്തിന്റെ പ്രവണതകൾ, അതിന് കാരണം ശരീരത്തെ പറ്റി അമിതമായ ചിന്തകളുടെ കാരണം, ദുർമോഹങ്ങൾക്ക് കാരണം, എൻ്റെ ഭാര്യയെ എനിക്ക് ഇഷ്ടപ്പെടാത്തതിന് കാരണം, ഭാര്യയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹത്തിന് കാരണം, ഞാനിപ്പോഴും അന്ധകാരത്തിലാണെന്നുള്ള ചിന്തയിലേക്ക് വന്നു. ഞാൻ ഏതായിരുന്നാലും ധ്യാനം കൂടാനായിട്ട് മനസ്സാണെന്നൊന്നും അച്ഛനോട് പറയുന്നില്ല എന്ന് ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവർ, ആ സഹോദരൻ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെ പ്രസംഗത്തിൽ എനിക്ക് ഇത്രമാത്രം എൻ്റെ ഹൃദയത്തിൽ സ്പർശനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഏതായിരുന്നാലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് തീരുമാനിച്ചോളാം എന്ത് ചെയ്യണമെന്ന്. വീട്ടിൽ പോയിട്ട് അയാൾ ആ കുറിച്ചെടുത്ത വചനങ്ങൾ, ഓർമ്മയിൽ വന്നതും കുറിച്ചെടുത്തതുമായ വചനങ്ങൾ വീണ്ടും ഒന്ന് വായിച്ചൊക്കെ നോക്കി. അത് കഴിഞ്ഞ് അദ്ദേഹം വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച സ്ത്രീയുമായിട്ട് ദിവസവും ഉണ്ടായിരുന്ന ഫോൺ സംഭാഷണമൊക്കെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് അയാൾ ധ്യാനിക്കാൻ വന്നു. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിൽ വെച്ച് അയാൾക്ക് മനസ്സിലായി താൻ വേറൊരു ലോകത്തിലായിരുന്നു ജീവിച്ചത്. ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആത്മീയ പിതാക്കന്മാരിലൂടെ, എൻ്റെ സഹോദരങ്ങളിലൂടെ, എൻ്റെ ഭാര്യയിലൂടെ, എൻ്റെ മാതാപിതാക്കളിലൂടെ, ബന്ധുക്കളിലൂടെ, ജീവിത സാഹചര്യങ്ങളിലൂടെ, ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ എല്ലാം സംസാരിച്ചു കൊണ്ടിരുന്ന ദൈവത്തെ ഞാൻ കേൾക്കാൻ തയ്യാറായില്ല. കാരണം എന്താണ്? അതിന് പ്രധാനപ്പെട്ട കാരണം, ഈ ലോകത്തിൻ്റെ ദേവൻ എൻ്റെ മനസ്സിനെ അങ്ങ് ബന്ധിച്ചിരിക്കുകയാണ്. എൻ്റെ മനസ്സിനെ ഈ ലോകത്തിൻ്റെ ദേവൻ ബന്ധിച്ചതിനെ കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞ വചനം എൻ്റെ ഉള്ളിൽ വ്യക്തമായിട്ട് കയറി. 2 കൊരിന്തോസ് 4-ാം അധ്യായം 3-ാം തിരുവചനം, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അതിനാൽ ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. 2 കൊരിന്തോസ് 4-ാം അധ്യായം 3-ഉം 4-ഉം തിരുവചനങ്ങളാണ് വായിച്ചത്. ഒരിക്കൽ കൂടി ഞാൻ വചനം വായിക്കട്ടെ. ആ സഹോദരൻ ധ്യാനത്തിന്റെ ദിവസത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വചനത്തിന്റെ അന്തരാർത്ഥം ഗ്രഹിച്ചത്. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. സുവിശേഷം അത് വിരചിതമായ കാലം മുതൽ മാത്രമല്ല, അത് യേശുവിലൂടെ പ്രഘോഷിക്കപ്പെടുകയും യേശുവിലൂടെ ഈ ലോകത്തിൽ അവതരിക്കുകയും ചെയ്ത കാലം മുതൽ ലോകത്തിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ ദൈവത്തിന്റെ അദൃശ്യ ശക്തി, ഈ പ്രപഞ്ചം മുഴുവനെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ ശക്തി, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ജ്ഞാനം ഓരോ വ്യക്തികൾക്കും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു, അന്നത്തെ മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ. എന്നാൽ യേശുവിന്റെ വരവിന് മുമ്പ് പഴയ നിയമ ജനത അബ്രാഹത്തിന്റെ കാലഘട്ടം മുതലുള്ള ആ ചരിത്ര സംഭവങ്ങൾ, അതിനു മുമ്പുള്ള 11 അധ്യായങ്ങൾ ഉൽപ്പത്തി പുസ്തകം, അതിലൂടെ എല്ലാം ദൈവത്തിന്റെ തിരിഹിതം അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെയൊക്കെ പൂർത്തീകരണം യേശുവിൽ സംഭവിച്ചു. അപ്പൊ സുവിശേഷം എന്ന് പറയുന്ന, ഗുഡ് ന്യൂസ് എന്ന് പറയുന്ന യേശുവിലൂടെ അവതരിപ്പിക്കപ്പെട്ട തിരുസത്യത്തിന്റെ പൂർണ്ണത, അതുമാത്രമല്ല അതിനു മുമ്പുള്ള അതിന്റെ പശ്ചാത്തലങ്ങൾ, ദൈവിക വെളിപാടുകളുടെ ആദ്യ ഭാഗം എല്ലാം, 10 കൽപ്പനകൾ അടക്കമുള്ള അതനുസരിച്ച് ജീവിക്കുന്ന ജനസമൂഹത്തിന്റെ ചരിത്രം, പ്രവാചകന്മാരിലൂടെയുള്ള ദൈവിക വെളിപാടുകൾ,
പിതാക്കന്മാരിലൂടെ നൽകിയ ദൈവികമായ ഇടപെടലുകൾ, വെളിപാടുകൾ, ഇവയെല്ലാം നമ്മോട് സംസാരിക്കുന്ന മാധ്യമങ്ങളാണ്. അത് ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ആ നാശത്തിലേക്ക് പോകാനുള്ള കാരണം എന്തെന്ന് 4-ാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ദുരാത്മാവ് ഈ ലോകത്തിന്റെ ദേവൻ എന്ന് പൗലോസ് ശ്ലീഹ പറയുക ഈശോ പറഞ്ഞ വചനത്തിന്റെ ഒരു പ്രകാശനം തന്നെയാണത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 31-ാം തിരുവചനത്തിലും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 30-ാം തിരുവചനത്തിലും യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 11-ാം വചനത്തിലും 3 സ്ഥലത്ത് ഈ ലോകത്തിന്റെ അധികാരി എന്നാണ് പിശാചിനെ ഈശോ വിളിച്ചത്. യോഹന്നാൻ 12:31 യോഹന്നാൻ 14:30 യോഹന്നാൻ 16:11 ഈ ലോകത്തിന്റെ അധികാരി, ദ റൂളർ ഓഫ് ദിസ് വേൾഡ് എന്ന് ഈശോ വിളിച്ച സാത്താൻ, അവനെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നു, ഈ ലോകത്തിന്റെ ദേവൻ. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സാധാരണ കണ്ണിന് കാഴ്ചയില്ലാത്ത അവസ്ഥയ്ക്കാണ് അന്ധത എന്ന് പറയുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന മനസ്സിനെ അന്ധമാക്കി എന്ന് പറഞ്ഞാൽ, മനസ്സെന്ന് പറയുന്നതിന് കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കാനും ഒക്കെയുള്ള കഴിവുള്ള ഒരു ഫാക്കൽറ്റിയാണ്. അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് കാണണം. മനസ്സുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ? ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാനുള്ള മനസ്സിന്റെ എല്ലാ പ്രകൃതിയും ഇപ്പോൾ ഇത് അപ്രത്യക്ഷമായി. കാരണം ദുരാത്മാവിന്റെ ശക്തിയാൽ മനസ്സ് പൂരിതമായിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. അതിനാൽ അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ മനസ്സിനിപ്പോൾ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല, ദൈവത്തിന്റെ തിരിഹിതം അറിയാൻ പറ്റുന്നില്ല, ദൈവസ്വരം കേൾക്കാൻ പറ്റുന്നില്ല, ദൈവത്തിന്റെ തിരിഹിതത്തെ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അപ്പൊ സുവിശേഷത്തിന്റെ പ്രകാശം നമുക്ക് കിട്ടണമെങ്കിൽ വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. എനിക്ക് പലപ്പോഴും 2 തരത്തിലുള്ള വ്യക്തികളെ, ഈ വചനത്തെ സമീപിക്കുന്നവരെ 2 തരത്തിലുള്ള വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കൂട്ടര് അവരുടെ മനസ്സിലുള്ള മാനുഷികമായ തോന്നലുകളെയും ധാരണകളെയും അവരുടെ മാനുഷികമായ അല്ലെങ്കിൽ ദൈവീകതയില്ലാത്ത അറിവുകളുടെയും അല്ലെങ്കിൽ പൈശാചികമായ അറിവുകളുടെയും പശ്ചാത്തലത്തിൽ അവർ ദൈവവചനത്തെ സമീപിക്കും. അവരുടെ മനസ്സിന് പ്യൂരിറ്റിയോ ക്ലാരിറ്റിയോ ഇല്ലായിരിക്കാം, ശുദ്ധതയില്ല എന്ന് മാത്രമല്ല അതിന് വ്യക്തതയില്ലായിരിക്കാം. അങ്ങനെ ദൈവാത്മാവിനാൽ പൂരിതമാക്കപ്പെട്ട അഭിഷേകമുള്ള മനസ്സിലൂടെ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന അങ്ങനെയുള്ള മനസ്സിന്റെ സാന്നിധ്യമുള്ള ഒരു വ്യക്തിയുടെ ബുദ്ധിക്കും എൻ്റെ പ്രകാശമുണ്ട്. അതിലൂടെ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന അങ്ങനെയുള്ള വ്യക്തിയുടെ ആത്മാവ് ദൈവത്തിന്റെ വാസസ്ഥലമായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സുവിശേഷത്തിന്റെ പ്രകാശം കിട്ടും. പക്ഷേ ഇവിടെ അവരുടെ മനസ്സ് ലൗകികമായിട്ടുള്ള ചില കാരണങ്ങളാലോ അജ്ഞതയാലോ അല്ലെങ്കിൽ ദുർജ്ഞാനത്താലോ, അജ്ഞാനമുണ്ട് ദുർജ്ഞാനമുണ്ട്, ഇതിനാലോ ബന്ധിക്കപ്പെട്ട് കിടക്കുക. അതുകൊണ്ട് സുവിശേഷത്തിന്റെ പ്രകാശം കിട്ടുന്നില്ല. വേറെ ചില കൂട്ടര് ബുദ്ധി കൊണ്ട് വചനത്തെ സമീപിക്കും. ബുദ്ധി കൊണ്ട് വചനത്തെ നേരിട്ട് സമീപിച്ചാൽ കുഴപ്പമുണ്ട്. ആദ്യം നമ്മുടെ ഹൃദയം കൊണ്ട്, അതായത് ആത്മാവ് കൊണ്ട് വചനത്തിന്റെ ഉൾപ്പൊരുൾ ഗ്രഹിക്കാനായിട്ടുള്ള പരിശ്രമം ഉണ്ടാകണം. അതിന് നമ്മുടെ അന്തരാത്മാവിൽ വസിക്കുന്ന ദൈവത്തോടുള്ള അഭേദ്യമായൊരു ബന്ധം വേണം. ശിശു സഹജമായ നൈർമല്യത്തോടുകൂടിയും സ്നേഹത്തോടു കൂടിയ ദൈവമായിട്ടുള്ള ബന്ധമുള്ളവർക്ക് ആത്മാവിലൂടെ വെളിച്ചം കിട്ടുകയുള്ളൂ. ആ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ശക്തിയുടെ, ദൈവ സാന്നിധ്യത്തിന്റെ, ദൈവിക തേജസ്സിന്റെ പ്രകാശത്തിൽ ബുദ്ധി പ്രകാശിതമായി കഴിയുമ്പോൾ ആ ബുദ്ധിക്ക് ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. ക്രൈസ്തവ മതത്തിന്റെ അല്ലെങ്കിൽ യേശു വിശ്വാസികളുടെ സമൂഹത്തിന്റെ തിരുസഭയുടെ വെളിവാക്കപ്പെട്ട എല്ലാ തിരുസത്യങ്ങളും 100% ബുദ്ധിക്ക് ബോധ്യപ്പെടുന്നതോ യുക്തിഭദ്രമോ ആണെന്നും പറഞ്ഞ് അത് മാത്രമേ അംഗീകരിക്കൂ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല. പരിശുദ്ധ കുർബാനയിൽ വരുന്ന ഈശോ, ഈ ചെറിയ ഗോതമ്പപ്പത്തിന്റെ അകത്ത് ഈശോ ആണ് ഉള്ളതെന്ന്
ഏത് ബുദ്ധി കൊണ്ടാണ് തെളിയിക്കാൻ പറ്റുന്നത്? ഏത് ബുദ്ധിരാക്ഷസനാണ് അവന്റെ കഴിവിന്റെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് ഇത് യേശുവാണെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്നത്? യേശുവാണെന്ന് തെളിയിക്കുന്നത് അവന്റെ അന്തരാത്മാവിൽ ജ്വലിച്ചു നിൽക്കുന്ന വിശ്വാസത്തിന്റെ ഉറപ്പിനാൽ മാത്രമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ബുദ്ധി കൊണ്ട് മാത്രം വചനത്തെ സമീപിക്കുന്നവര് പരിശുദ്ധ കുർബാനയിലുള്ള യേശുവിന്റെ സാന്നിധ്യത്തെ ബുദ്ധി കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റുന്നവരാണോ? അല്ലല്ലോ. ബുദ്ധി ആത്മാവിന് കീഴ്വഴങ്ങിയതാണെങ്കിൽ, ആത്മാവിന് കീഴാണെങ്കിൽ, ആത്മാവിന്റെ പ്രകാശത്താൽ ബുദ്ധി പ്രകാശിതമാണെങ്കിൽ ഒരു സംശയവും കൂടാതെ തിരുവോസ്തിയിലിരിക്കുന്ന യേശുവിനെ ഉൾക്കൊള്ളാൻ പറ്റും. എനിക്ക് ഒരിക്കലും ഈ തിരുവോസ്തിയിലുള്ള യേശുവിന്റെ സാന്നിധ്യത്തെ തള്ളിപ്പറയാനോ നിഷേധിക്കാനോ സംശയിക്കാനോ എനിക്ക് നിർഭാഗ്യം ഉണ്ടായിട്ടില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ അതിനെ കണ്ടെത്തിയത് കൊണ്ടല്ല ഞാൻ ആ സത്യത്തെ സ്വീകരിക്കുക. എൻ്റെ അന്തരാത്മാവിൽ വസിക്കുന്ന ദൈവം എനിക്കിത് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് മാത്രമല്ല, എനിക്ക് വ്യക്തിപരമായി വെളിപ്പെടുത്തിയത് കൊണ്ടല്ല. നൂറ്റാണ്ടുകളായിട്ട് യേശുവിന്റെ പരിശുദ്ധ സഭയിലൂടെ ഈ മഹാസത്യം ലോകം മുഴുവനിലും അവതരിപ്പിക്കപ്പെട്ട മഹാസത്യം ആയിരക്കണക്കിന് വിശുദ്ധാത്മാക്കളിലൂടെ, ലക്ഷക്കണക്കിന് ദൈവമക്കളിലൂടെ അവരനുഭവിച്ചറിഞ്ഞ ഈ സത്യം എനിക്ക് ഇല്ലാതെ സംശയലേശമെന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഏതൊരു ചോദ്യത്തിനും കർത്താവ് അവിടുന്ന് ആഗ്രഹിക്കുന്നതാണെങ്കിൽ മറുപടി തരും. എൻ്റെ എല്ലാ മാനുഷിക ചോദ്യങ്ങൾക്കും ഈശോ മറുപടി തന്നെന്ന് വരില്ല. പക്ഷേ എൻ്റെ ആത്മീയ ജീവിതത്തിന്, എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിന്, നിത്യരക്ഷയ്ക്ക് അനിവാര്യമായ ഒരു ചോദ്യത്തിന് പോലും ഈശോ എനിക്ക് ഉത്തരം തരാതിരുന്നിട്ടില്ല. ഇനി എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല അറിഞ്ഞുകൂടെന്ന് കരുതുക. ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അത് ഞാൻ അറിയേണ്ടാത്തതായതുകൊണ്ടാണ്. ഞാൻ അറിയേണ്ടാത്ത ഒരു കാര്യം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പോൾ വചനത്തെ എങ്ങനെ സമീപിക്കണം? ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമമായ വചനത്തെ വെറും ലൗകികമായ മാനുഷികമായ ബുദ്ധിശക്തി കൊണ്ടോ ബുദ്ധി വൈഭവം കൊണ്ടോ മാത്രം സമീപിക്കരുത്. അവിടെ ആത്മീയമായ ഒരു തുറവിയുണ്ടായിരിക്കണം. ആത്മാവിൽ തുറവിയുണ്ടെങ്കിൽ ബുദ്ധിക്ക് അതെല്ലാം വെളിപ്പെട്ട് കിട്ടിക്കൊള്ളും. ഇനി ഏതെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ആ ദൈവിക രഹസ്യത്തിന്റെ മുമ്പിൽ തലകുനിക്കാനായിട്ടുള്ള ഒരു വിശ്വാസം മാത്രമല്ല, എളിമ മാത്രമല്ല, അതിനുള്ള ചൈതന്യവും നമുക്ക് കിട്ടിക്കൊള്ളും. അപ്പോൾ മനസാക്ഷിയിലൂടെ ദൈവം സംസാരിക്കുന്നു, നമ്മുടെ മനസ്സിലൂടെ ദൈവം സംസാരിക്കുന്നു, വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു. ഇനി പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ തിരുഹിതം സഭയിലൂടെ അവിടുന്ന് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തിരുസഭയിലൂടെ, ആത്മീയ പിതാക്കന്മാരിലൂടെ, നമ്മുടെ കുടുംബത്തിലെ ദൈവത്തിന്റെ തിരുഹിതം അറിഞ്ഞ് ജീവിക്കുന്നവരിലൂടെ, ഒരുപക്ഷെ അപരിചിതരിലൂടെ പോലും ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചില പാപികളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. എങ്ങനെ? ഒരു പാപി പാപം ചെയ്ത് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവനെ പോലെ ആകാതിരിക്കണമെങ്കിൽ ഇവനെ പോലെ ചെയ്യാതിരിക്കണം, ഇവനെ പോലെ ചെയ്യാതെയും ആകാതെ ഇരുന്നാലേ നിനക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റുമെന്ന് എന്നോട് സംസാരിക്കുകയല്ലേ.